നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാൽക്കണ്ണാടി രൂപത്തിൽ ആകാശത്തിൽ നിലകൊള്ളുന്ന 8 നക്ഷത്രങ്ങൾ ചേർന്ന രൂപമാണ് പൂയം. പരിശ്രമശാലികളും മികച്ച വ്യക്തിത്വത്തിനുടമകളുമായിരിക്കും ഇവർ. ഏതു കാര്യത്തിലും അല്പം മടിച്ചു നിന്നിട്ടേ മുന്നിലേക്ക് വരികയുള്ളൂ. കുലീന സ്വഭാവത്തിനുടമയായിരിക്കും ഇവർ. അന്ധവിശ്വാസത്തിനടിമപ്പെടാതെ യുക്തിസഹമായി പ്രവർത്തിച്ചു പോകും. കുടുംബസ്നേഹം, ഉപകാരസ്മരണ, ദാനശീലം, ബുദ്ധി, ക്ഷമ, കർമ്മഗുണം എന്നീ ഗുണങ്ങളുടെ വിളനിലമായ ഇക്കൂട്ടർ വളരെ ഹൃദ്യമായി പെരുമാറാൻ കഴിവുള്ളവരാണ്. മറ്റുള്ളവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഇവർ ശ്രമിക്കും. കൂടാതെ മാറിയ പുതിയ പരിതസ്ഥിതിയോട് പൊരുത്തപ്പെടാനും അതിനോട് യോജിച്ചു പോകാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ രീതിയിലല്ലാതെ മാറി മാറി വരുന്ന ജോലികളിൽ വിജയിക്കാനും ഇവർക്ക് സാധിക്കുന്നു. മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ലളിത ജീവിതമായിരിക്കും ഇവരുടേത്. മനസ്സിന് പൊതുവെ ബലക്കുറവുള്ളതിനാൽ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും വേവലാതിപ്പെടുമെന്നുള്ളതാണ് ഇവരുടെ ദൗർബല്യം. ഇവർ സ്വതന്ത്ര സ്വഭാവക്കാരായതുകൊണ്ട് മറ്റുള്ളവരുടെ അധികാരവും മേൽക്കോയ്മയും തീരെ വകവെച്ചു കൊടുക്കുകയില്ല. പൂയം നാളുകാരെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇവരുടെ മനസ്സിന് ദൃഢത കുറവായിരിക്കുമെന്നതാണ്. തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ പൂയം നക്ഷത്ര ജാതകർ ആശങ്കാകുലരാകുന്നു. ഓരോ തീരുമാനത്തിനും അനുകൂലവും പ്രതികൂലവുമായ ചിന്തകൾ പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മനസ്സിലേക്ക് ഇരച്ചു കയറുകയും അവരെ ധർമ്മസങ്കടത്തിലാക്കുകയും ചെയ്യും. പലപ്പോഴും ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ പരാജയത്തിലേക്ക് നയിക്കുന്നവയായെന്ന് വരാം. വലിയ ആലോചന കൂടാതെ ഓരോന്നിലും എടുത്തു ചാടുന്ന സ്വഭാവം കുറെയെല്ലാം പൂയം നക്ഷത്രക്കാർക്കുണ്ട്. പക്ഷേ ഇവർ ഏതു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി അധ്വാനിക്കും. ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ പരാജയമുണ്ടായാലും ഏർപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയില്ല. അന്യർക്ക് ഉപദ്രവം ചെയ്യുന്നവരെ വെറുക്കുകയും അവരിൽ നിന്ന് അകന്നു കഴിയാൻ ശ്രമിക്കുകയും ചെയ്യും. നീതിനിഷ്ഠയും നിഷ്പക്ഷതയും പൂയം നക്ഷത്രക്കാരുടെ സ്വഭാവത്തിലെ പ്രത്യേകതകളാണ്. പലവിധ പരിവർത്തനങ്ങളും പൂയം നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പൂയം നക്ഷത്രക്കാരുടെ ബാല്യകാലം അത്ര മെച്ചമായിരിക്കുകയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ കാലയളവിൽ ഉണ്ടാകാം. വേണ്ടത്ര നിയന്ത്രണമില്ലാതെ വന്നാൽ ഈ കാലത്ത് തെറ്റായ വഴികളിൽ അകപ്പെട്ടുപോയി എന്നു വരാം. സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും പൂയം നക്ഷത്രക്കാർ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക. ഉന്നത വിദ്യാഭ്യാസം നേടും. അസാധാരണമായ ബുദ്ധിശക്തി പൂയം നാളുകാർക്ക് കൈമുതലായി ഉണ്ടാകും. ഇവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും സന്ദർഭാനുസരണം പ്രതികരിക്കുകയും ചെയ്യും. സ്വാർത്ഥ ചിന്തകൾ ഇവർക്ക് അല്പം കൂടുതലായിരിക്കും. ഉപകാരസ്മരണ കുറയും. കാര്യസാധ്യത്തിനായി ശത്രുക്കളോട് പോലും പുറമേ സ്നേഹം ഭാവിച്ചെന്നു വരും. വിമർശനങ്ങളും അപവാദങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരും. ധാർമ്മിക കാര്യങ്ങളിലും ആധ്യാത്മിക കാര്യങ്ങളിലും ശാസ്ത്ര വിഷയങ്ങളിലും ഇവർക്ക് താൽപ്പര്യമുണ്ടായിരിക്കും. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരെക്കാൾ പൊതുവിജ്ഞാനം ഈ നക്ഷത്രക്കാരിൽ കാണാം. ഇവർ ഏകാന്തപ്രിയരും പ്രകൃതി സൗന്ദര്യത്തിൽ തൽപരരുമാണ്. ഗൃഹാതുരത്വം ഇവരുടെ പ്രത്യേകതയാണ്. സ്വഗൃഹത്തിൽ നിന്നും മാറി നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടാറില്ല. ഗൃഹം മാത്രമല്ല, തൻ്റെ അമ്മയോടും തൻ്റേതായ എല്ലാ വസ്തുക്കളോടും പ്രത്യേക മമത കാണിക്കും. പൂയം നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ ചന്ദ്രനാകയാൽ കർക്കിടകം ജലരാശിയായതിനാലും 5ാം ഭാവത്തിൽ ചന്ദ്രന് നീചം ഭവിക്കുന്നതിനാലും ചഞ്ചല സ്വഭാവക്കാരായിരിക്കും. ഇവർ പൊതുവെ സഞ്ചാരപ്രിയരായിരിക്കും. പരാജയങ്ങൾ ഇവരെ തളർത്താറില്ല. പ്രതിബന്ധങ്ങളെ തള്ളി നീക്കി ലക്ഷ്യപ്രാപ്തിയിലെത്തും. സ്നേഹിതർക്കു വേണ്ടി നന്മകൾ ചെയ്യും. ചെറിയ കാര്യത്തിനും അസ്വസ്ഥമാകുന്ന മനസ്സാണ് ഇവർക്കുള്ളത്.
പാദദോഷമുള്ള നക്ഷത്രമാണ് പൂയം. 1-ാം പാദത്തിൽ ജനിച്ചാൽ ശിശുവിനും, 2-ാം പാദത്തിൽ ജനിച്ചാൽ അമ്മയ്ക്കും, 3-ലായാൽ അച്ഛനും, 4-ലായാൽ അമ്മാവനും ദോഷമെന്നാണ് നിയമം. 3 കാര്യങ്ങൾ പൂയം നക്ഷത്രത്തിനൊപ്പം ഒത്തുചേരണം എങ്കിലേ പാദദോഷം പറയാവൂ എന്നുണ്ട്. ജനനം ബുധനാഴ്ചയാവണം, പ്രതിപദം അല്ലെങ്കിൽ പ്രഥമതിഥിയാവണം, ലഗ്നം കർക്കിടകമാവണം എന്നിവയാണവ. ഇതെല്ലാം കൂടിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ദൈവജ്ഞന്റെ നിർദ്ദേശമനുസരിച്ചിട്ടുള്ള പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം. പക്ഷേ എല്ലാം ഒത്തുവരിക അപൂർവമായിട്ടാകും. പൂയം നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. മനസ്സിനിണങ്ങിയ പങ്കാളിയെ ലഭിക്കും. ജീവിത പങ്കാളിയോട് അമിതമായ സ്നേഹവും വിധേയത്വവും ഉണ്ടായിരിക്കും. സന്താനങ്ങളോട് പ്രത്യേക താൽപ്പര്യം കാണിക്കും. ജീവിത പങ്കാളിയെ സംശയിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. തന്മൂലം കലഹത്തിനിടയുണ്ട്. പൂയം നക്ഷത്രക്കാരുടെ ഓരോ പ്രായത്തിലെയും ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൂയം നക്ഷത്രത്തിന് ജനനം മുതൽ 19 വയസ്സുവരെ ശനിദശാകാലമാണ്. ശനിദശാകാലത്തിലെ ജനനം ജാതകന് പലതരത്തിലുള്ള രോഗാവസ്ഥകൾ സൃഷ്ടിക്കാം. ദശാസന്ധിയുടെ ആദ്യകാലത്ത് ജാതകന്റെ മാതാപിതാക്കൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാം. ജാതകന്റെ ജനന സമയത്ത് മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ശനിദശാസന്ധിയാണെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങളെല്ലാം തന്നെ ജാതകന്റെ ദശാസന്ധിയുടെ ആദ്യകാലത്ത് അനുഭവിക്കേണ്ടി വരും. ശനി മിക്കവാറും കഷ്ടഫലത്തെ തരുന്നവനാണെങ്കിലും ഇഷ്ടഭാവസ്ഥിതനും ബലവാനുമായ ശനിയുടെ ദശാകാലത്ത് ധനലാഭം, കീർത്തി, ഗൃഹലാഭം, സ്ഥാനപ്രാപ്തി എന്നിവ ലഭിക്കും. 20 വയസ്സു മുതൽ 38 വയസ്സുവരെ ബുധദശ. ബുധദശ പൊതുവെ ഗുണാനുഭവങ്ങൾ നൽകുന്ന കാലയളവാണ്. പൂയം നക്ഷത്രക്കാർക്ക് വിദ്യാഗുണം, ധനലാഭം, വിദ്വാൻമാരുടെ അഭിനന്ദനം, ഉദ്യോഗലബ്ധി, കീർത്തി, സാഹിത്യപ്രവർത്തനം, ഭാഗ്യാഭിവൃദ്ധി, ഭവന നിർമ്മാണം, ഭൂമിലാഭം ഇത്യാദികൾ ബുധദശയിൽ സംഭവിക്കാവുന്നതാണ്. ബുധദശയിൽ വിവാഹം നടക്കും. ബുധൻ ബലവാനായാൽ ബലവും ഉത്കൃഷ്ടമായിരിക്കും. ഉച്ചത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശയിൽ ധനപുഷ്ടി, വിദ്യാലാഭം, യശസ്, ഭൂമി ഇത്യാദി ഗുണഫലങ്ങൾ സിദ്ധിക്കും. 39 വയസ്സു മുതൽ 46 വയസ്സുവരെ കേതുദശ. ജാതകന് ഗുണദോഷ സമ്മിശ്രമാണ് കേതുദശ. പൂയം നക്ഷത്രക്കാർക്ക് കേതുദശാകാലം പലവിധ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാൽ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുദശ പലതരത്തിലുള്ള ഗുണഫലങ്ങൾ നൽകും. കേതുദോഷ പരിഹാരത്തിന് പൂയം നക്ഷത്ര നാളിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നത് ഉത്തമമാണ്. 47 വയസ്സ് മുതൽ 67 വയസ്സ് വരെ ശുക്രദശാകാലം. ജാതകന് പൊതുവെ അനുകൂലമായ ഒരു കാലയളവാണിത്. സർവകാര്യസിദ്ധി ഈ കാലയളവിൽ ഉണ്ടാകും. പേര്, പ്രശസ്തി, ജോലിയിൽ ഉയർച്ച എന്നിവ ഈ കാലയളവിൽ ഉണ്ടാകും. 68 വയസ്സ് മുതൽ 74 വയസ്സുവരെ ആദിത്യദശയാണ്. ജാതകന്റെ ഈ കാലയളവിലെ ആദിത്യദശ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ കാലയളവിൽ പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. എന്നാൽ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യൻ പലവിധ ഗുണഫലങ്ങളെ ജാതകന് നൽകും. 75 വയസ്സ് മുതൽ 85 വയസ്സുവരെ ചന്ദ്രദശ. ജാതകന് ഈ കാലയളവ് പൊതുവെ ഗുണഫലത്തെ നൽകുന്നവയാണ്. നേതൃസ്ഥാനവും പൊതുജന അംഗീകാരവും ഈ കാലയളവിൽ ലഭിക്കും. ചന്ദ്രൻ സ്വക്ഷേത്രത്തിൽ ബലവാനായി നിന്നാൽ വളരെയധികം ഗുണഫലങ്ങൾ ജാതകന് ലഭിക്കും. 86 വയസ്സ് മുതൽ 92 വയസ്സുവരെ കുജദശയാണ്. ജാതകന് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് കുജദശ കാലയളവ്. ഈ കാലയളവിൽ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. എന്നാൽ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന കുജൻ ദോഷഫലങ്ങളെ നൽകുകയില്ല, ഗുണഫലങ്ങൾ നൽകുകയും ചെയ്യും.
93 വയസ്സ് മുതൽ 111 വയസ്സ് വരെ രാഹുദശയാണ്. രാഹുദശാസന്ധിയുടെ ആദ്യത്തെ 3 വർഷത്തിന് ശേഷം ജാതകനെ പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ബുദ്ധിമുട്ടിക്കും. പരിഹാരമായി ഓം നമോ നാരായണായ മന്ത്രം നാവിൽ സദാ ഉരുവിടുക. നീല, കറുപ്പ്, വെളുപ്പ് എന്നീ നിറങ്ങൾ പൂയം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. മകം, ഉത്രം, ചിത്തിര, പൂരുരുട്ടാതി എന്നീ നാളുകൾ പൂയം നക്ഷത്രക്കാർക്ക് പ്രതികൂലമാണ്. ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ പൂയം നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളാണ്. ഗ്രഹത്തിൻ്റെ ഭാവസ്ഥിതി, ബന്ധുക്ഷേത്രം, ശത്രുക്ഷേത്രം, ദൃഷ്ടി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഗുണഫലങ്ങൾക്ക് വ്യത്യാസം വരും.